ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്നത്തെ ഒരു റെക്കമെൻഡഡ് വീഡിയോ ആണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേബിയുടെ ജെൻഡർ എങ്ങനെയാണ് മെഡിക്കൽ മെത്തേഡ്സും സിംറ്റംസും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ വന്നൊരു റെക്കമെൻഡേഷനാണിത്. ഇതിനകത്ത് ചോദിച്ചിരുന്നത് ചൈനീസ് ജെൻഡർ കലണ്ടർ പ്രഡിക്ഷനെ കുറിച്ചിട്ട് പറയാമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാനും ഇത് വെറുതെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കേണ്ടത്, ഇത് ശരിക്കും അക്യുറേറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നോക്കാം. ഈ ഒരു മെത്തേഡിന് ഏകദേശം ഒരു 700 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. രാജകുടുംബങ്ങളിൽ കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാനായിട്ട് ഇത് നോക്കി വന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് മദറിൻ്റെ ഏജും, 2 മദർ കൺസീവ് ആയി എന്നറിയുന്ന ആ മാസവും. ഏജ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലല്ല, ലൂണാർ കലണ്ടർ അനുസരിച്ചിട്ടുള്ള ഏജാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിളിൽ ചെന്നിട്ട് ലൂണാർ ഏജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേ വെബ്സൈറ്റുകളുണ്ട്. അതിലേതെങ്കിലും ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മളുടെ ഏജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രഗ്നൻ്റ് ആയ മാസം എന്ത് ഏജ് ആയിരുന്നോ ആ ഏജ് ടൈപ്പ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൂണാർ ഏജ് കിട്ടും. അതല്ലാതെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മെത്തേഡ് ഉണ്ട്. ചൈനീസ് ന്യൂ ഇയറിന് മുന്നേ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഏജ് 25 ആണെങ്കിൽ +2 27 എന്നുള്ള ഏജ് ആയിരിക്കണം എടുക്കേണ്ടത്. അല്ല ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഏജ് 25 ആണെങ്കിൽ 25 + 1 അതായത് 26 ഈ ഏജാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഈ ലേഡി പ്രഗ്നൻ്റ് ആയ മാസം, അതായത് ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ കൺസീവ് ആയി എന്നറിയുന്നത് ജാനിലാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഒരു കലണ്ടർ ഉണ്ട്. ഈ ചൈനീസ് ജെൻഡർ പ്രഡിക്ഷന് വേണ്ടിയിട്ട് തന്നെ ഒരു കലണ്ടർ ഉണ്ട്. അതും ഗൂഗിളിൽ നമുക്ക് നോക്കിയാൽ കിട്ടും. അതിനകത്ത് ഒരു സൈഡിൽ മാസം കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ ഒരു സൈഡിൽ ഏജ് കൊടുത്തിട്ടുണ്ടാകും, മദറിൻ്റെ ഏജ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഏജും ഈ മന്തും കൂടെ ഇൻ്റർസെക്റ്റ് ആകുന്ന പോയിന്റിൽ പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഗേൾ ബേബിയും, ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ബോയ് ബേബിയുമാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഏജ്, ഞാൻ കൺസീവ് ആകുന്ന ഏജ് എന്ന് പറയുന്നത് 29 ആയിരുന്നു. അതുപോലെ തന്നെ ജാനുവരി മാസത്തിലായിരുന്നു കൺസീവ് ആകുന്നത്. പക്ഷേ ഈ ലൂണാർ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഏജ് എന്ന് പറയുന്നത് 30 ആണ്. 30 പിന്നെ ജാനുവരി അങ്ങനെയാണ് നോക്കേണ്ടിയിരുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്കിത് തെറ്റാണ്. എനിക്ക് പെൺകുട്ടിയാണ് ജനിച്ചത്, പക്ഷേ അതിനകത്ത് കാണിക്കുന്നത് ആൺകുട്ടിയാണ്. പക്ഷേ ഈ ലൂണാർ ഏജാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ 29 എന്ന് പറയുന്ന ഏജും പിന്നെന്താണ് ജാൻ എന്ന് പറയുന്ന മാസവും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് പിങ്കിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ കലണ്ടർ വളരെ കറക്റ്റാണ്, എനിക്ക് പെൺകുട്ടി തന്നെ ആയിരുന്നല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ കണ്ടൻറ്റ് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ലൂണാർ ഏജാണ് നോക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കിത് തെറ്റാണ്. ഇനി നിങ്ങൾ നോക്കുക, നിങ്ങൾക്കിത് കറക്റ്റാണോ എന്നുള്ളത്. ഒരു കുട്ടിയൊക്കെ ഉണ്ടായിട്ടുള്ളവർക്കാണെങ്കിൽ നല്ല രീതിക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കണ്ടുപിടിച്ചിട്ട് മറക്കാതെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇതൊക്കെ ഒരു ഫണ്ണിൻ്റെ ഭാഗമായിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ. അങ്ങനെയൊന്നും നമുക്ക് ജെൻഡർ കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളുടെ ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ ജെൻഡർ കണ്ടുപിടിക്കാനും പാടില്ല. സത്യം പറഞ്ഞാൽ പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് അൾട്രാസൗണ്ടും DNA ടെസ്റ്റുകളും ഒക്കെ ഉണ്ട് കുട്ടിയുടെ ജെൻഡർ കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ അത് പല രാജ്യങ്ങളിലും കണ്ടുപിടിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഡോക്ടേഴ്സ് റിവീൽ ചെയ്യാറില്ല എന്ന് മാത്രം. അതല്ലാതെ ഇതൊക്കെ നമുക്കിങ്ങനെ വെറുതെ കുറേ സയൻസൊക്കെ വെച്ചിട്ട് ഇത് പെൺകുട്ടി ആയിരിക്കാം ആൺകുട്ടി ആയിരിക്കാം എന്നൊക്കെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനു മുന്നേ ഞാൻ ഇട്ടിരുന്ന വീഡിയോയിൽ മെഡിക്കൽ റിപ്പോർട്ട്സും പിന്നെ കുറേ സയൻസ് ഒക്കെ വെച്ചിട്ട് കുട്ടിയുടെ ജെൻഡർ പ്രഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, മറക്കാതെ ചെന്നിട്ട് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.